VS-നെ കുറിച്ച് വിജയൻ ഇന്നലെ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് പ്രതികരിക്കാതെ പോവാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഇനി വിജയനോടൊരു ചോദ്യം. കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിക്ക് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും താങ്കൾ നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? ഒടുവിൽ CPM പ്രവർത്തകരും ജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതോടെ നിവൃത്തിയില്ലാതെ സീറ്റ് കൊടുക്കേണ്ടി വന്നത് താങ്കൾ മറന്നാലും പൊതുസമൂഹം മറക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. VS എന്ന രണ്ടക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ്. ദീർഘമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റേത്. കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തൻ്റെ അവസാന നിമിഷം വരെ രോഗശയ്യയിൽ കിടപ്പിലാകുന്നത് വരെ നല്ല ഊർജ്ജസ്വലതയോടെ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. ഇനി വിജയനോടൊരു വാക്ക്. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ വലിയൊരു ഭാഗവും താങ്കളോട് തന്നെ ആയിരുന്നുവെന്ന് പ്രത്യേകം താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരുന്നു. അന്നത്തെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഇനി ആരും ആ കൂട്ടത്തിൽ ബാക്കി നിൽക്കുന്നില്ല. ഇനി വിജയനോടൊരു വാക്ക്. താങ്കൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കൂട്ടത്തിലെ അവസാനത്തെ നേതാവായിരുന്നു VS. അദ്ദേഹം വിട പറഞ്ഞതോടെ ഇനി ആ കൂട്ടത്തിൽ ആരും ബാക്കി നിൽക്കുന്നില്ല. കൂടുതലൊന്നും പറയാനില്ല. താങ്കൾ ഈ നാടിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് VS അറിഞ്ഞിരുന്നുവെങ്കിൽ താങ്കളെപ്പോലൊരാളെ പാർട്ടി സെക്രട്ടറിയാക്കിയതിൻ്റെ കുറ്റബോധത്തിൽ ഒരുപക്ഷെ ചങ്കുപൊട്ടി അദ്ദേഹം പണ്ടേ മരിച്ചേനെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.